ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് കാണാം. പൂക്കാരി ഗായ്സ്, ഇന്ന് നമ്മളെ ഐഷുമാൻ്റെ ഡാൻസ് ആണ്. അപ്പോൾ അവൾ ഒരുങ്ങിക്കണണ്ട. ഞാനാണ് ഗൈസ് ഒരുക്കിയത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനാണ്. ഇവിടെ നിന്ന് നല്ല ശരിക്കും പോലെ കാണിച്ചു കൊടുക്കട്ടെ. എങ്ങനെയുണ്ട് ഗൈസ് ഒരുക്കിയതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഐഷുവിന്റെ നാടോടി ഡാൻസ് ആണ് ഗൈസ്. നൃത്തം പറയാൻ പഠിക്ക്. അപ്പൊ ഗൈസ് നമുക്ക് പൊളിക്കാം അല്ലേ? ഫസ്റ്റ് വാങ്ങൂലേ? ഉറപ്പാ? അപ്പൊ കാണാട്ട ഫസ്റ്റ് വാങ്ങുമെന്ന് നമുക്ക് കാണാട്ട. അവള് വലിയ വെല്ലുവിളിയൊക്കെ വിളിക്കുന്നുണ്ട്. കോൺഫിഡൻസ് ലെവല് വയ്യ അറ്റത്തെത്തിക്കണ്. കാണാ 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 കാണാ. പല്ലില്ലല്ലോ നാടോടിക്ക്. പല്ലില്ലാതെ നാടോടി നോക്കട്ടെ. അത് വിറ്റായിട്ടാ പല്ലില്ലാത്ത നാടോടി. അപ്പം നമ്മൾ ഐഷുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഷു ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അവൾ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. പിന്നെ പോരാത്തിന് ആദ്യമായിട്ടാണ് അവൾ സ്റ്റേജിൽ കയറിയിട്ട് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാൻ പോകുന്നത്. മുന്നത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ അവൾ ഗ്രൂപ്പായിട്ട് കളിച്ചായിരുന്നു. ഒറ്റയ്ക്ക് ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലുട്ടാപ്പി ഇതാട്ടാ കിടക്കുന്നത്. അവനവിടുത്തെ എല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് കിടക്കുകയാണ്. അപ്പോൾ പരിപാടിക്ക് മുന്നേ ആദ്യം ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അവളെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. അവളെ മിസ് കിട്ടാം. അപ്പോൾ എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ അറിയാം എന്തിനാ അവൾക്ക് പ്രൈസ് എന്ന്. Second prize goes to Aisha Azmi of First B. അപ്പോൾ ഐഷുവിന് ഇത്രയും കുട്ടി ഫാൻസ് ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചെക്കത് അന്തം വിട്ട് കിടക്കാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അതപ്പോൾ ഗൈസ് സ്റ്റേജിൽ നമ്മൾ ഐച്ചാപ്പിൻ്റെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. വിചാരിച്ചെന്നില്ല ഇങ്ങനെ നന്നായി കളിക്കുന്നുട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടല്ലേ. പിന്നെ പോരാത്തതിനവൾക്ക് ആദ്യമായിട്ട് കളിക്കണതിൻ്റെ ഒരു മടിയും കാണാനില്ല. നല്ല കൂളായിട്ട് തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. നല്ല ഇഷ്ടമായിട്ടാ. Second prize goes to Aisha Azmi of First Standard. അപ്പോൾ അവളുടെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ അത് അടുത്തൊരു സമ്മാനദാനം വന്ന്. അപ്പോൾ അതിനും ഐഷുവിന് പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാന്നൊക്കെ നമുക്ക് ലാസ്റ്റ് കാണാം. പിന്നെ ഗൈസ് ഇവൾ ഇത്രയും ഭയങ്കരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഇവൾ ഇത്രയൊക്കെ പുലിയായിരുന്നു. അപ്പോൾ എന്തായാലും ആൾ നല്ല മിടുക്കിയായിട്ട് എല്ലാത്തിനും സമ്മാനമൊക്കെ വാങ്ങുന്നുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ അടുത്തത് അവൾ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിന് ശകുന്തളയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളിങ്ങനെ വരുന്ന ടൈമിൽ മറ്റു പാട്ട് വന്നപ്പോൾ ഒന്ന് കാല് പൊക്കി ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ എല്ലാവരും കൂടി ഒന്ന് ചിരിച്ച് കയ്യടിച്ച്. അപ്പോൾ അവൾക്ക് ആകെ ചമ്മലായിട്ട് വേഗം ഓടിപ്പോയി ഗൈസ്. എന്നാലും വേണ്ടില്ല, അവൾക്ക് അതിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, അവൾക്ക് ഫോക്ക് ഡാൻസിന് അവൾക്ക് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറഞ്ഞ പോലെ തന്നെ അവളെ കോൺഫിഡൻസ് പോലെ തന്നെ അവൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇതുപോലെ ഫുഡ് പൊതിഞ്ഞ് കൊണ്ടുവരേണ്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോറ്, മുട്ട, പയറുപ്പേരി, ചമ്മന്തി, പിന്നെ കൊണ്ടാട്ടം, പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിച്ചു. അപ്പോൾ നമ്മളെ ലുട്ടാപ്പി ഇത് അവിടെ കിടന്നിട്ട് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ച് വന്നപ്പോഴേക്കും ഇതാ ഗൈസ് അടുത്ത സമ്മാനദാനം. അപ്പോൾ അവൾക്ക് ഇതിനൊക്കെ സെക്കൻഡാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് സ്റ്റോറി ടെല്ലിങ്ങിനും ഫോക്ക് ഡാൻസിനുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഫസ്റ്റ് ബാക്കിയുള്ളതിനൊക്കെ സെക്കൻഡാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് അവൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും സമ്മാനം വാങ്ങുന്നതും. അപ്പം നമ്മൾ ഐഷുമാക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല ഗൈസ്. അവൾ കയറി ഇറങ്ങായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ലുട്ടാപ്പി കളി കാണുകയാണ് ഗൈസ്. കണ്ടില്ലേ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു കുട്ടി. അപ്പോൾ അത് കാണുകയാണ് അവനക്ക് ഇങ്ങനെ. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ എത്ര വട്ടം വാശി പിടിച്ച് കരയണ സമയം കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ എനിക്ക് വാശിയില്ല, ഒന്നുമില്ല. അവൻ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ കണ്ണും മീച്ച് എല്ലാം നോക്കി കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ ഐഷുമാനെ നമ്മളൊരു പരിപാടിക്കും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. വെറും ചേർത്തിട്ടുണ്ടായിരുന്നു മലയാള റെസിറ്റേഷൻ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, പിന്നെ കളറിങ്. ഇത്രയത്തിന് മാത്രം നമ്മളവളെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഡാൻസ്, ഫാൻസി ഡ്രസ്സ്, പിന്നെ സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ അവളെ മാമാണ് കേട്ടോ അവളെ ചേർത്തിയത്. മാം എന്ന് പറഞ്ഞാൽ അവളെ പഠിപ്പിക്കും
പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചറാണ് കേട്ടോ അവളെ ചേർത്തിട്ടുണ്ടായിരുന്നത്. നമ്മളതിനൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ ക്ലാസ് ടീച്ചർ പറഞ്ഞ് നമ്മളെടുത്ത് അവൾക്ക് കഴിവുണ്ട്, അപ്പോൾ അവളെ ചേർത്തണം എന്ന്. അപ്പോൾ അവൾക്ക് എന്തൊക്കെ സമ്മാനങ്ങളാണ് കിട്ടിയെന്ന് സ്റ്റോറി ടെല്ലിങ്ങിന് ഫസ്റ്റ് കിട്ടി, ഫാൻസി ഡ്രസ്സിന് സെക്കൻഡ്, പിന്നെ ഇംഗ്ലീഷ് റെസിറ്റേഷന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ മലയാള റെസിറ്റേഷന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഫോക്ക് ഡാൻസിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയും കിട്ടിയിട്ടില്ല, അത് അവർ അസംബ്ലിക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ട്രോഫിയും കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടി. അവൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അവളെ കഴിവ് നമുക്ക് തിരിച്ചറിയാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ട് അവളെ കൊണ്ട് മുറിപ്പിക്കണം. അവൾക്ക് ഈ കേക്ക് മുറിക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾക്കൊക്കെ അവൾക്കൊരു ഉഷാർ കിട്ടണ്ടേ, അപ്പോൾ അതിനു വേണ്ടി വെറുതെ Yeah. ബെസ്റ്റ്. ഇപ്പം എങ്ങനെ ഇരിക്കണം? അതായാലും വല്ലാത്ത എന്തൊക്കെയാണ് ബേർഡേ അത്ര. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവൾ കേക്ക് മുറിക്കാനൊക്കെ തുടങ്ങിയിട്ടാ ഗൈസ്. അവൾക്ക് നല്ല സന്തോഷമായിരിക്കണം, അത് മതി. നമ്മളവളെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ, അത്ര നമ്മൾ ആഗ്രഹിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും മാഷാ അല്ലാഹ് അവൾക്ക് നല്ല കഴിവുണ്ടെന്ന് ഇതിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവൾ ഇത്ര എപ്പോഴും ഒരു അന്തക്കേടിൻ്റെ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് എന്ന്. തിന്നോ? അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവളിനല്ല കേട്ടോ ശരിക്കും സർപ്രൈസ് ആക്കിയിട്ടുള്ളത്, അവൾ നമ്മളിനെയാണ്. ശരിക്കും ഇന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ഇത്രയും ഒരു ഇതുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളാണ് ശരിക്കും സർപ്രൈസ് ആയി പോയത് കേട്ടോ.